ഷിയാക്കൾ ഇങ്ങോട്ടും വഹാബികൾ അങ്ങോട്ടും ദിനേന പോക്കും വരവും നയതന്ത്ര ബന്ധങ്ങളും ചായകുടി കാപ്പികുടി സ്നേഹബന്ധം മുടുക്കല് ഒരുപാട് സ്നേഹിച്ച് പരസ്പരം കൊല്ലല് കണ്ണുമൂക്കം പൊത്തിപ്പിടിച്ച് ചുംബിക്കല് പാട്ടുപാടല് നൃത്തം ചവിട്ടല് ആഹ്ലാദ നൃത്തം വഹാബികള് ഷിയാക്കളെ കണ്ടാലും സന്തോഷിച്ച നൃത്തം അനവധി ചില ഉദാഹരണങ്ങൾ കാണിക്കാം. വരുന്നത് എന്തൊരു മനോഹരമായ ഡാൻസ് വഹാബികൾ ഡാൻസ് ചെയ്യാണ് ഷിയ വന്നപ്പോൾ കണ്ടില്ലേ? ഇതാ ഷിയാദ നേതാവ് വരുമ്പോൾ എന്തോ ഒരു സന്തോഷത്തിനാ മുട്ടി അറവന മുട്ടി പാട്ടുപാടിയ ഇപ്പോഴത്തെ രാജാവ് സൽമാനാണ് ആ നൃത്തം ചെയ്യുന്നത്. പണ്ട് അയാളന്ന് പ്രിൻസാ ആ നൃത്തം ചെയ്യുന്നത്. ഷിയ വന്നപ്പോൾ നൃത്തം ചെയ്യുന്ന ആരാ? ഇപ്പോഴത്തെ നിലവിലുള്ള രാജാവ്. അന്ന് അയാൾ പ്രിൻസാണ്. അല്ലാ എന്തൊരു സന്തോഷമാണ് വഹാബികൾക്ക് ഷിയാക്കളെ കണ്ടപ്പോൾ. 978 അതാ ഖാലിദിന്റെ കാലത്ത് സ്വീകരിച്ചാനയിക്കുന്നു. അറവന മുട്ടി പാട്ടുപാടി വിളിക്കുന്നു, ചുംബിച്ച് സ്വീകരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാ വഹാബി ഷിയ പായി വല്ലാത്ത സ്നേഹബന്ധമായിരുന്നു. ഇടപിരിയാത്ത സ്നേഹവും സന്തോഷവും എന്തൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇയാളാരാ? പരിശുദ്ധ ഖുർആനും തിരുഹദീസും ഒരു പുല്ലിന്റെ വില വെക്കാത്ത ആളാണ് ഈ സായിപ്പാഗതി. അയാളെയാ ഇവർ പോറ്റുകുട്ടിയായി വളർത്തിയത്. എന്തുകൊണ്ട്? ഇവർ രണ്ടു കൂട്ടരും ബ്രിട്ടന്റെ കുഞ്ഞുങ്ങളാണ്. വലിയ ചോറായിരുന്നു. വലിയ റാഹത്തായ സന്ദർശനങ്ങള്, സ്നേഹബന്ധം, കൈമാറലുകളൊക്കെ എമ്പാടും അവർക്കിടയിൽ നടന്നിരുന്നു. 1978 അവസാന സന്ദർശനം. പിന്നെ വിളിക്കാത്തത് കൊണ്ടല്ല. 1979 ഫെബ്രുവരി 11 ഇറാനിൽ ജനകീയ വിപ്ലവമുണ്ടായി. അയാത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഷാ പഹ്ലവിയെ പുറത്താക്കി. ഇനിയാണ് പ്രശ്നം. പ്രശ്നം വരുന്ന എവിടെയെന്ന് മനസ്സിലാക്കി. 1978 വരെ വലിയ സ്വീകരണവും ഒട്ടകർക്കലൊക്കെ ചാടിക്കളിക്കലൊക്കെ അങ്ങോട്ടും അറബന മുട്ടലും ഒക്കെ. അത് നേരെ പിറ്റേ കൊല്ലം 79 ഫെബ്രുവരി 11 വലിയ അട്ടിമറി നടന്നു ഇറാനിൽ. ആരുടെ നേതൃത്വത്തിൽ? അയാത്തുള്ള ഖുമൈനി എന്ന ഷിയ നേതാവിന്റെ നേതൃത്വത്തിൽ. അയാൾ ഷിയ തന്നെ. ഇപ്പറഞ്ഞ അയാത്തുള്ള ഖുമൈനിയും ഷിയ തന്നെയാണ്. അവർക്കിടയിൽ അതായത് ഷാ പഹ്ലവിയുടെ മോഡേണിസ്റ്റ് ഭരണത്തിനെതിരെ അവിടെ ജനകീയ വിപ്ലവം ഉണ്ടായി. 1979 ഫെബ്രുവരി 11 ഷാ പഹ്ലവി എന്ന ബ്രിട്ടന്റെയും അമേരിക്കയുടെയും കുട്ടിയെ അയാത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിലുള്ള സംഘം നാട് കടത്തി. അയാൾ ജീവനും കൊണ്ടോടി അമേരിക്കയിലേക്ക്. അയാൾക്ക് വേഗം അഭയം കൊടുത്തു. ആര്? അമേരിക്ക. ഷാ പഹ്ലവിയുടെ ആളായിരുന്നു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആളായിരുന്നു ഷാ പഹ്ലവി. വഹാബികളും ഷാ പഹ്ലവിയുടെ അധികാരത്തെ ജനകീയ വിപ്ലവകാരികൾ പുറത്താക്കിയിട്ട് തട്ടിയെടുത്തപ്പോൾ ജനകീയ വിപ്ലവകാരികൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കണ്ണിന്റെ കരടായി. അതോടുകൂടെ 1979 ഫെബ്രുവരി 11 മുതൽ ബഹുമാനപ്പെട്ട വഹാബികൾക്ക് ഷിയാക്കൾ മോശമായി. എന്റെ അമേരിക്കക്കും ബ്രിട്ടനും പിന്നെ ഒരിഷ്ടല്ല. നമ്മൾ ഇഷ്ടപ്പെടാൻ പാടില്ല. ജാമൂസിന്റെ ബുദ്ധി ഉണ്ടെങ്കിലും മനസ്സിലാവൂ. എന്നിട്ട് തോണ്ടാൻ നടക്കുക സുന്നിയാളെ വിവരണ്ട അറിയും. ഞങ്ങൾ ആ പഴയ ഉറക്കൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് വഹാബികളെ. ഞങ്ങൾ ആ പണ്ടത്തെ ഉറക്കൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചോളി. ഒരു വിരോധവും റഹ്മത്തുള്ളാഹ് നിങ്ങളോടില്ല. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പാശ്ചാത്യ ശക്തികളുടെയും ചാരസന്താനമാണ് വഹാബിസം. അതിന് 10,000 തെളിവുണ്ട്. അത് മുസ്ലിം ഉമ്മത്തിൽ ഒരു വൃത്തികെട്ട അഖീദ കൊണ്ടുവന്നു.